പേര് സ്നേഹ. ഞാൻ ഫാമിലിയായിട്ട് ഷാർജയിലാണ് താമസിക്കുന്നത്. എൻ്റെ ലൈഫിൽ രക്തക്കണ്ണീർ ജപമാല വഴി ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2025 ജൂൺ മാസം മുതലാണ് ഞാൻ ഈ രക്തക്കണ്ണീർ ജപമാലയെക്കുറിച്ച് കേൾക്കുന്നതും അറിയുന്നതും. അതും പ്രത്യേകമായി മാതാവ് തന്നെ എനിക്ക് സ്വപ്നത്തിൽ വെളിപ്പെടുത്തി തന്നതാണ്. ഞാൻ 2023 മുതൽ കൃപാസനം ഉടമ്പടി എടുത്ത് അത് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപാട് മാതാവിൻ്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബോഡി പെയിൻ നല്ലതായിട്ട് വരുമായിരുന്നു. നല്ല ബോഡി പെയിനാണ്. ഈ പനി, നമുക്ക് രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പനിയോ മറ്റോ അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും അതിൻ്റെ കൂടെ എനിക്ക് ബോഡി പെയിൻ ഭയങ്കരമായിട്ട് സിവിയറായിട്ട് ബോഡി പെയിൻ വരുമായിരുന്നു. അതോടൊപ്പം തന്നെ അല്ലാത്ത ദിവസങ്ങളിലും നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ, വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പുറമേ ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാല് ഭയങ്കര വേദനയാണ്. എനിക്ക് എവിടെ തൊട്ടാലും ചെറുതായിട്ട് നമ്മുടെ കുഞ്ഞ് പോലും തൊട്ടാൽ പോലും എനിക്ക് പൈയൊന്ന് അടിച്ചാൽ പോലും എനിക്ക് അത്രയും വേദനയായിരുന്നു. ആദ്യമൊന്നും ഞാനതങ്ങനെ മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ചെറിയ വേദനയൊക്കെ വരുമ്പോൾ പാരഡോൾ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കും. പക്ഷേ പിന്നീട് എനിക്കതങ്ങ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഡോക്ടറെ കാണാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ കാലിൻ്റെ റൈറ്റ് സൈഡിലുള്ള മുട്ട് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോടൊക്കെ പറയുന്നുണ്ട്, ബോഡി വേദനയാണ്. ആദ്യമൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ആ വേദനയെങ്കിൽ പിന്നീടത് ഡെയിലി നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളങ്ങ് ക്ഷീണിക്കുന്നു, ഭയങ്കര ക്ഷീണവും അതുപോലെ വേദന, നമുക്കൊരു ബലം കിട്ടാത്തൊരവസ്ഥ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായി. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ കാര്യങ്ങളും സിംറ്റംസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തു, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തു, അതിനുള്ള മരുന്നൊക്കെ കഴിച്ചു. എന്നിട്ടും ഈ വേദന കുറയുന്നില്ല. അപ്പോൾ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞത് ഫുഡ്, ഡയറ്റ് പ്ലാൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ വീട്ടിൽ എക്സസൈസ് ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഈ രോഗത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജിം വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ആദ്യം എന്നോട് സജസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് പിന്നീട് അങ്ങോട്ട് വേദന പിന്നെയും ആയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനിയും വേദന കൂടുവാണെങ്കിൽ സ്റ്റിറോയിഡ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഞാനപ്പോൾ അതിലേക്ക് പോയില്ല. ഞാൻ പ്രാർത്ഥനയിൽ ഫുള്ളും പ്രാർത്ഥന ത്രൂ എനിക്കിതെല്ലാം മാറി കിട്ടും എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ദിവസം 2025 ജൂൺ മാസത്തിൽ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ, അപ്പോൾ എനിക്ക് ഒത്തിരി സമയം നിന്നാലൊക്കെ കാല് പിന്നെ വേദനയാണ്. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റെസ്റ്റാണ്, ഇരിക്കും, അങ്ങനെയൊക്കെ. എനിക്ക് എത്ര വേദന ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം പള്ളിയിൽ ഇരിക്കാതെ മാക്സിമം മുട്ടുകുത്തിയും നിന്നൊക്കെ തന്നെയാണ് പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ ചെയ്യുക, കുർബാനയ്ക്ക് ആണെങ്കിലൊക്കെ. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന അന്ന്, കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്ന അന്ന് ഞാൻ കുടുംബ പ്രാർത്ഥന അതുപോലെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് അതിശക്തമായ വേദനയാണ്. അത്രയും നാൾ മുട്ടിന് താഴേക്കാണ് വേദനയെങ്കിൽ എനിക്ക് അന്ന് മുട്ടിന് മുകളിലേക്ക് ഒരു മരവിപ്പ് പോലെയുള്ളൊരു വേദനയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഞാൻ ഈ വേദന, എനിക്കിപ്പോൾ വേദനയുണ്ട് എന്നുള്ളത് ഞാൻ ആരെ അറിയിക്കാനും പോകുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല താനും. എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മാതാവിനോടാണ്, മാതാവല്ലാതെ വേറെ ആരുമില്ല, ഈശോ അല്ലാതെ വേറെ ആരുമില്ല എന്നും പറഞ്ഞ് മാതാവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിലാണ് ഞാനത് പറയുന്നത്. അങ്ങനെ ഞാനന്ന് ആരോടും പറഞ്ഞില്ല. അന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. അന്ന് രാത്രിയാണോ രാവിലെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അന്ന് ഞാൻ കുറച്ചധികം നേരം ഉറങ്ങിപ്പോയി. ഈ ക്ഷീണമൊക്കെ കാരണമായിരിക്കാം. ഞാനിങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നത്തിൽ ഒരു കടൽ തീരത്ത് ഒരു സ്ത്രീയാണ്. അത് ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് കൃപാസന മാതാവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാതാവ് എന്നോട് പറയുന്നുണ്ട്, രക്തക്കണ്ണീരെന്നല്ല, എന്നോട് 2 പ്രാവശ്യം എനിക്ക് ഉള്ളിൽ ബോധ്യം വരുന്നുണ്ട്. രക്തമണി ജപമാല ചൊല്ലുക. എനിക്ക് ആ വാക്ക് പോലും കറക്റ്റ് അറിയില്ല. കാരണം ഞാൻ ഈ ജീവിതത്തിൽ അതിനു മുൻപ് രക്തക്കണ്ണീർ ജപമാല ചൊല്ലിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയിട്ടുണ്ട്, ഫോട്ടോ മാതാവിൻ്റെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ രക്തക്കണ്ണീർ ജപമാല ചൊല്ലിയിട്ടില്ല. അപ്പോൾ എന്നോടിങ്ങനെ രക്തക്കണ്ണീരെന്നല്ല, ഞാൻ രക്തമണി ജപമാല ചൊല്ലൂ എന്നിങ്ങനെ 2 പ്രാവശ്യം എനിക്കൊരു ബോധ്യം വരുന്നു.
അപ്പം ഞാൻ ആരോ എന്നോട് പറയുന്നത് പോലെ ഒക്കെയുള്ളൊരു സ്വപ്നമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് പിറ്റേ ദിവസം എഴുന്നേറ്റ് കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതിൻ്റെ അർത്ഥം എന്താ? അതെന്താ എന്നോട് പറയുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ കണ്ടത്. ഞാൻ വേഗം യൂട്യൂബ് എടുത്ത് എന്താണ് ഈ മണി ജപമാല എന്നുള്ളത് ചെക്ക് ചെയ്തു. അപ്പോഴാണ് ഈ രക്തക്കണ്ണീർ ജപമാല എന്നുള്ള കാര്യം എൻ്റെ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നോട് സംസാരിക്കുകയാണ് രക്തക്കണ്ണീർ ജപമാല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അത്രയും വേദനയിൽ മാതാവിനോട് പറഞ്ഞു എനിക്ക് ആരുമില്ല എന്നുള്ളതൊക്കെയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞത്. എൻ്റെ വേദന കാണാൻ മാതാവ് ഈശോയേ ഉള്ളൂ. എന്നൊക്കെ ഞാനിങ്ങനെ സങ്കടപ്പെട്ടല്ലോ. മാതാവ് അത് കണ്ടു. എന്നോട് ആഹ് രക്തക്കണ്ണീർ ജപമാല മാതാവ് തന്നെയാണ് എന്നോട് പറയുന്നത് ഇത് ചൊല്ലാനായിട്ട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ചൊല്ലിയിട്ടില്ല. എനിക്കറിയില്ല എങ്ങനെയാ ചൊല്ലണ്ടേ എന്നുള്ളത്. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം യൂട്യൂബിലത് കേൾക്കാൻ തുടങ്ങി. ഇതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങള്. അപ്പം അങ്ങനെ ഞാനും എൻ്റെ മകളും കൂടെ അന്നത്തെ ദിവസം യൂട്യൂബിൽ ഞങ്ങൾ ഫസ്റ്റ് ഡേ ആഹ് ഇത് യൂട്യൂബിൽ വെച്ചിട്ട് ഒരുമിച്ച് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഞങ്ങളത് തന്നെ ചൊല്ലാൻ തുടങ്ങി. പിന്നീടാണ് ബ്രദറിനെ കുറിച്ചൊക്കെ അറിയുന്നതും ഇവിടെ ബ്രദറിന് ഈ ജപമാല എനിക്ക് ഇല്ലല്ലോ. എൻ്റെ കയ്യിൽ ഞാൻ ചൊല്ലുന്നത് ആഹ് സാധാരണ നമ്മൾ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന ജപമാല ഉപയോഗിച്ചാണ്. അപ്പോൾ രക്തക്കണ്ണീർ ജപമാല എനിക്ക് വേണം. അപ്പം ഞാനത് ആരെയാണ് കോൺടാക്ട് ചെയ്യുക, എവിടെയാണ് കിട്ടുക എന്നുള്ളത് അറിയാൻ വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് ബ്രദറിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പം അങ്ങനെ ബ്രദറായിട്ട് കോൺടാക്ട് ചെയ്തു. ബ്രദർ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പിന്നീട് എൻ്റെ ലൈഫിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൊല്ലാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ വേദന പതുക്കനെ മാറാൻ തുടങ്ങി. എൻ്റെ കാലിൻ്റെ വേദന പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ എനിക്കത് മാറിക്കിട്ടി. അത് മാത്രമല്ല ഒരു 4-5 മാസമായി ഞങ്ങൾക്കൊരു കാർ ലോണ് ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ട്. പക്ഷേ അത് എപ്പോഴും റിജക്ഷൻ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ബ്ലാക്ക് ലിസ്റ്റിൽ കിടന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞങ്ങളതൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഇതിങ്ങനെ ബ്ലാക്ക് ലിസ്റ്റിൽ കിടക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ റീസൺ നമുക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ അതെപ്പോഴും ഇങ്ങനെ എന്താണ് കാറിൻ്റെ ഏജൻസിക്കാർ ത്രൂ ഞങ്ങൾ ഒരുപാട് നോക്കിയെങ്കിലും അവർക്കൊക്കെ അവിടെ നിന്നൊക്കെ ബാങ്കിൽ നിന്നൊക്കെ റിജക്ഷൻ തന്നെയാണ് നമുക്ക് വരുന്നത്. ഒരു റീസണും ഒരു റിപ്ലൈ വേറൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഞങ്ങളാകെ വിഷമിച്ചിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഈ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി 2-3 ദിവസത്തിന് ശേഷം നമ്മുടെ ഓരോ തടസ്സങ്ങൾ എൻ്റെ കാലുവേദന ഞാൻ പോലും അറിയാതെ മാറാൻ തുടങ്ങി. അതുപോലെ ഈ കാർ ലോൺ ഒരു പ്രാവശ്യം റിജക്റ്റായി. ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം റിജക്റ്റായ കാർ ലോണാണ്. ഈ സംഭവം പെട്ടെന്ന് ഒരു ദിവസം ബാങ്കിൻ്റെ സൈഡിൽ നിന്നും തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നു കാർ ലോൺ അപ്രൂവൽ ആയിട്ടുണ്ട് എന്നുള്ളത്. റിജക്ഷൻ ആയിട്ടുള്ളൊരു കാര്യം അത് ലോണൊക്കെ അപ്രൂവലായി കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യം. അതും ഗൾഫ് രാജ്യത്ത് അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ രക്തക്കണ്ണീർ ജപമാലയുടെ ഒരു ശക്തി എന്താണെന്നുള്ളത് മാതാവ് തന്നെ എനിക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. എൻ്റെ കാലുവേദന അതുപോലെ ബോഡി പെയിൻ ഒക്കെ മാറി. അവിടെ നിന്ന് അങ്ങോട്ട് രോഗങ്ങൾ വരുന്നുണ്ടെങ്കിലും എനിക്ക് ഹോസ്പിറ്റലുകളിലൊന്നും അങ്ങനെ പോകേണ്ടി വരണില്ല. വലിയ കുഴപ്പമില്ലാതെ ചെറിയ രീതിയിൽ തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടിലേക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ മെഡിസിനും കാര്യങ്ങളും പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും കണ്ണീർ ജപമാലയൊക്കെ ചൊല്ലി എൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. എവിടെ ബുദ്ധിമുട്ടുണ്ടായാലും മാതാവിനെയാണ് നമ്മൾ വിളിക്കുക. ഈശോയോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ വേണ്ടിയിട്ട്. രക്തക്കണ്ണീർ ജപമാല എവിടെ ഞാൻ മുടക്കിയിട്ടുണ്ടോ അന്ന് എനിക്ക് തിരിച്ചു പോയ കുറച്ച് ദിവസം ഞാനത് മുടക്കിയിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ ഒരു കുറച്ച് ദിവസം ഞാനത് മുടക്കി കഴിഞ്ഞു. തിരിച്ച് ഞാനിവിടെ ഗൾഫിൽ വന്നതിന് ഉടനെ എനിക്ക് വീണ്ടും ആ പോയ വേദന പതുക്കെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു ദൈവമേ മാതാവ് ഡയറക്റ്റ് എനിക്ക് തന്ന ഒരു കാര്യമാണ് രക്തക്കണ്ണീർ ജപമാല ചൊല്ലുക. ഡെയിലി നീ ചൊല്ലണം. നമ്മളോടത് ചൊല്ലാൻ പറഞ്ഞിട്ട് ഞാനത് ഡെയിലി ചൊല്ലേണ്ട കാര്യം എൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാനത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നമ്മളത് മാറ്റിവെച്ചു. പിന്നെ ചൊല്ലാം അല്ലെങ്കിൽ ലേറ്റായിട്ട് ചൊല്ലുന്നു. അതല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ചൊല്ലാതിരുന്നു. അത് തെറ്റാണ്. ഞാനത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. മാതാവ് എന്നെ ഓർമ്മിപ്പിച്ചതായിരുന്നു അത്. വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. എൻ്റെ വേദനകളൊക്കെ വീണ്ടും മാറാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ലൈഫിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നിടത്തൊക്കെ തടസ്സങ്ങളൊക്കെ മാറിത്തുടങ്ങി. ഒരുപാട് ഇത്രയും വലിയ അനുഗ്രഹങ്ങളാണ് മാതാവ് രക്തക്കണ്ണീർ ജപമാല എനിക്ക് ലഭിച്ചത്. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു.
എനിക്ക് രക്തക്കണ്ണീർ ജപമാല ബ്രദറിനോട് ഞാൻ വാട്സപ്പിൽ എനിക്ക് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു. അപ്പോൾ ബ്രദർ എനിക്കത് കണ്ണീർ ജപമാല എനിക്ക് നാട്ടിലെത്തിച്ചു തന്നു. അപ്പോൾ അത് പിന്നെ ഞാൻ ഗൾഫിലേക്ക് എത്തിച്ച് അങ്ങനെയാണ് ഞാനിപ്പോൾ അത് ചൊല്ലാൻ തുടങ്ങിയത്. ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ബ്രദറിനും അതുപോലെ മാതാവിനും ഈശോയ്ക്കൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഇത് നേരിട്ട് ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു, നേരിട്ട് മാതാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്, അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതെനിക്ക് ലഭിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ രക്തക്കണ്ണീർ ജപമാലയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, എൻ്റെ റിലേറ്റീവ്സിനൊക്കെ. അവർക്കൊക്കെ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു മാതാവിനും ഈശോയ്ക്കും.